സ്വാമിയേ ശരണമയ്യപ്പ. കുറേ വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം ഇന്ന് ശബരിമലയ്ക്ക് പോകാൻ ഒരുങ്ങുകയാണ്. പാറുമോൾക്ക് നേർച്ച ഉണ്ടായിരുന്നു അവളെ അയ്യപ്പനെ കൊണ്ട് തൊഴിച്ചോളാം എന്നുള്ളത്. അതെല്ലാം ഇന്ന് നടക്കുകയാണ്. ഞങ്ങളും പോകുന്നുണ്ട് പമ്പ വരെ. ഞങ്ങളെന്ന് വെച്ചാൽ ഞാനും അപ്പച്ചിയും, പിന്നെ മലയ്ക്ക് പോകുന്നത് എൻ്റെ ഭർത്താവും മക്കളും പിന്നെ ഏട്ടൻ്റെ ചിറ്റപ്പനും ഉണ്ട്. ഞങ്ങളെല്ലാവരും കൂടെ പോവുകയാണ്. ഞങ്ങൾ പമ്പയിൽ എത്തിയിട്ട് ഞങ്ങളവിടെ നിൽക്കും. കാരണം മക്കൾ ദൂരയാത്ര ചെയ്യെങ്കിലും എന്നെ വിട്ടിട്ട് ഇത്രയും ദൂരെ യാത്ര ചെയ്യുന്ന ആദ്യമായിട്ടാണ്. അപ്പോൾ അവർക്ക് ഞാനിവിടെ വരണം എന്നുള്ളതൊരു നിർബന്ധം. പിന്നെ എനിക്കും അവിടെയൊക്കെ ഒന്ന് കാണാമല്ലോ എന്നുള്ളത് ഏറ്റവും വലിയൊരു ആഗ്രഹം. അങ്ങനെ ഞങ്ങൾ അതിരാവിലെ എഴുന്നേറ്റ് കുളിച്ചു. ഇവിടെ അടുത്ത് തന്നെ അരികിഴായ ശിവക്ഷേത്രമുണ്ട് മഞ്ചേരിയിൽ, മലപ്പുറം മഞ്ചേരിയിൽ. അവിടെ 6 മണിയാകുമ്പോഴേക്കും എത്തണം എന്നാണ് നമ്പൂതിരി പറഞ്ഞിട്ടുള്ളത്. അവിടെ ഗുരുസ്വാമി ഉണ്ട് കെട്ട് നിറച്ച് തരാൻ. അപ്പം എല്ലാവരും കൂടെ അവിടേക്ക് രാവിലെ കുളിച്ച് പോകാൻ വേണ്ടി ഒരുങ്ങുകയാണ്. മണ്ഡലം പുലർന്നപ്പോൾ മംഗളം വിളഞ്ഞപ്പോൾ നെഞ്ചലിഞ്ഞു പാടി ഞാൻ സ്വാമിനാമ സംഗീതം. പാപമെല്ലാം പടികളിൽ ഉഴയാൻ പ്രാർത്ഥന ചൊല്ലി ഞാൻ. മണ്ഡലം പുലർന്നപ്പോൾ മംഗളം വിളഞ്ഞപ്പോൾ നെഞ്ചലിഞ്ഞു. ഞങ്ങളവിടെ എത്തിയപ്പോഴേക്കും ശബരിമലയ്ക്ക് പോകാൻ വേറെയും കുറച്ച് ആൾക്കാരും കൂടെ അമ്പലത്തിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഗുരുസ്വാമി അവർക്കുള്ളതും ഒക്കെ തയ്യാറാക്കി ഞങ്ങളത് കെട്ട് നിറയ്ക്കാൻ പോവുകയാണ്. ആദ്യം പാറുമോളിരുന്നു. പാറുമോളുടേത് കെട്ട് നിറച്ച് കഴിഞ്ഞാൽ പിന്നെ കൺമണിമോള്. അതിനിടയിൽ എനിക്കും അപ്പച്ചിക്കും നെയ്ത്തേങ്ങ നിറയ്ക്കാനുണ്ട്. അപ്പോൾ ഇവിടെ നെയ്ത്തേങ്ങ നിറയ്ക്കുമ്പം നമ്മൾ നിറച്ച് നമ്മളും ഇരുമുടി ഏന്തി അവിടെയുള്ള അമ്പലം ചുറ്റണം. അതായത് ഈ അരികിഴായ ശിവക്ഷേത്രം ചുറ്റിയിട്ടാണ് ഇതാക്കുക. ഓരോ സ്ഥലത്തും ഓരോ രീതിയാണല്ലോ. എന്തായാലും മനസ്സിന് വല്ലാത്തൊരു കുളിർമയായിരുന്നു. ആ ഒരു അറ്റ്മോസ്ഫിയർ നമുക്കൊരിക്കലും പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ആ മലയ്ക്ക് പോകാൻ, അതുപോലെ വ്രതം എടുക്കുന്നതും ഇതുവരെയുള്ള അതിൻ്റെ കാത്തിരിപ്പും ഈ കെട്ട് നിറയ്ക്കുന്നതും ഇരുമുടി തലയിൽ വെക്കുന്നതും ഒക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു സന്തോഷത്തോടെയും എന്താ പറയുക, ആ അനുഭൂതി പറഞ്ഞറിയിക്കാൻ കഴിയുന്നത്. സ്വാമിനാമ സംഗീതം പാപമെല്ലാം പടികളിലുടയാൻ പ്രാർത്ഥന ചൊല്ലി ഞാൻ. ശംഖനാദമായി ഞാൻ, ശാന്തി മന്ത്രമായി ഞാൻ, സന്ധ്യാദീപം നെറുകിൽ കാട്ടിയ നെയ്യാണയ്യാ ഞാൻ. പൊന്നു പമ്പയിൽ പ്രണവരൂപനായി, പൊന്നു പമ്പയിൽ പ്രണവരൂപനായി വന്നുദിച്ചൊരൻ ഗണപതിയെ, ഗംഗാധര സുത ഗണപതിയെ, ഗണേശ ഗജമുഖ ഗണപതിയെ. സംക്രമം കഴിഞ്ഞപ്പോൾ ശ്രീലകം തുറന്നപ്പോൾ പാദബലം നൽകി ദേഹബലം നൽകി ശരണമേ ഗണേ സ്വാമിയേ. അങ്ങനെ ഞങ്ങൾ വലപ്പാടെത്തി. കുറച്ച് ഹോട്ടലുകൾ ഞങ്ങളിങ്ങനെ തേടിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാരണം നമ്മൾ ഇവിടെ വിട്ട് നമുക്ക് എപ്പോഴും ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഒരു നല്ല ഭക്ഷണം കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വളരെ വലിയൊരു ഭാഗ്യമാണ്. ഞങ്ങൾക്ക് അങ്ങനെ തന്നെയുള്ളൊരു ഹോട്ടൽ കിട്ടി. വാഴയുടെ ഇലയിൽ എല്ലാവിധ സദ്യകളോടും കൂടി സാമ്പാർ, പപ്പടം, തോരന്, അച്ചാറ്, ചമ്മന്തി, അവിയൽ എല്ലാം ഉണ്ടായിരുന്നു. അതിനേക്കാളുപരി അവിടുത്തെ ഭക്ഷണത്തിന് എത്ര എടുത്ത് പറയണം, നല്ല ഭക്ഷണമായിരുന്നു. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് വീണ്ടും ഞങ്ങൾ യാത്ര തുടരുകയാണ്. ശബരിമല യാത്ര എന്ന് പറഞ്ഞാൽ അതൊരു അനുഭൂതി നിറഞ്ഞ യാത്രയാണ്. എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. കാരണം പറഞ്ഞു കേട്ട അറിവല്ലേ ഉള്ളൂ. കാട്ടിലൂടെ പോകണം, ആന ഉണ്ടാകും, കാട്ടുപോത്ത് ഉണ്ടാകും, പുലി ഉണ്ടാകും എന്നൊക്കെ. പക്ഷെ ആകെ കൂടെ ഞാനൊരു കാട്ടുപോത്തിനെ മാത്രമേ കണ്ടുള്ളൂ സൈഡിൽ നിൽക്കുന്നത്.
ഒന്നുമില്ലാതെ കാത്ത് ആ യാത്ര മംഗളമാക്കി തരണേന്ന് അയ്യപ്പനോട് ഇവിടുന്ന് തൊട്ട് അവിടം വരെ ശരണം വിളിച്ചും പ്രാർത്ഥിച്ചുമാണ് പോയിട്ടുള്ളത്. കാരണം നമുക്കറിയാത്തൊരു സ്ഥലത്തേക്ക് പോവുകയാണല്ലോ. അപ്പോൾ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു ആ യാത്രയിൽ. പക്ഷേ അയ്യപ്പൻ കാത്തു. അങ്ങനെ ഞങ്ങൾ എരുമേലി വരെ എത്താൻ പോയി. എരുമേലി ടൗണ് കണ്ടപ്പം അതിൻ്റെ സന്തോഷം, ആനന്ദമൊന്നും പറഞ്ഞറിയിക്കാൻ വയ്യ.